മിനിസ്റ്റർ ഫോർ ടോളറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയുണ്ട്. അത് സഹിഷ്ണുതയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു മന്ത്രാലയം പ്രവർത്തിക്കുക, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ വേണം ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ടാക്സ് വരുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിൽ നിന്ന് ഒരു 9% ടാക്സ് വാങ്ങിച്ചാൽ UAE അതിനുള്ള സൗകര്യം തരുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യൻസ് താമസിക്കുന്ന ഏരിയയാണ്. നമ്മൾ കരാമയിലോ അല്ലെങ്കിൽ ബർദുബായിലോ പോയാൽ നമ്മൾ ചിലപ്പോൾ നാട്ടിൽ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള, നമ്മൾ ദുബായിലൊരു ലൈസൻസ് ഉണ്ടാക്കുന്ന ആൾക്ക് വേണമെങ്കിൽ വെയർ ഹൗസ് അജ്മാനിലോ മുൽക്കോയിനിൽ വെക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നു. സെയിം ലൈസൻസ് തന്നെ ഒരു വെയർ ഹൗസ് ഫെസിലിറ്റി. നമ്മൾ റിയാസ് ഭായി ആയിട്ടുള്ള പോഡ്കാസ്റ്റിൽ എപ്പോഴും ബിസിനസ് സെറ്റപ്പിനെ കുറിച്ചും ദുബായിൽ എങ്ങനെ അല്ലെങ്കിൽ GCC കൺട്രീസിൽ എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് അറൗണ്ട് ഒരു 3 മന്തിലേക്ക് ആകുന്നു അല്ലേ? ഈ നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സീരീസിൽ നമ്മൾ ടോട്ടലി നമ്മൾ ഷൂട്ട് ചെയ്യണത് കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായിൽ വെച്ചിട്ടാണ്. ഞാനിതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം റിയാസ് ഭായി ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ദുബായിൽ ഒരു ഓഫീസ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ്. അപ്പോൾ റിയാസ് ഭായി ഇത്രയും ആളുകളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടായിരിക്കും മലയാളികളായിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറാൻ? ദുബായിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് അതിന്റെ ആ പേരിൽ തന്നെയുണ്ട്. ഈ ദുബായ് എന്നുള്ള മാറ്റി നിർത്തിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. മറ്റ് GCC രാജ്യങ്ങൾ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, ഒമാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു യുണൈറ്റഡ് എമിറേറ്റ്സ് അങ്ങനെ കാണുന്നില്ല. അപ്പം 7 ചെറിയ രാജ്യങ്ങൾ കൂടി ഒരു രാജ്യമാകുന്നു. മനസ്സിലായില്ല? ആ രാജ്യത്തിലെ ഓരോ സ്റ്റേറ്റുകളും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി മത്സരിക്കുകയാണ്. മത്സരം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് എല്ലാവരും ഒരു വെൽക്കം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇന്ന് സൗദി അറേബ്യ വെൽക്കം ചെയ്യുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വെൽക്കം ചെയ്യാൻ തുടങ്ങിയ ഒരു രാജ്യമാണ് UAE. അതിൽ തന്നെ ദുബായ് എന്തുകൊണ്ടായി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പണ്ടൊക്കെ ഗൾഫുകാര് എൻ്റെ ഫാദറിന്റെ ഒക്കെ ചെറുപ്പകാലത്തിലും ഉമ്മക്ക് UAE വന്ന കാലഘട്ടത്തിലും ഉമ്മ പറയാറുണ്ട് പേർഷ്യ, അങ്ങനെയാണ് പറയാം. ഈ ഗൾഫ് എന്ന് പറയുക പോലും ഇല്ല, ഇറാൻ വരെ വരുന്നുണ്ട് ഈ പേർഷ്യ എന്നുള്ള വാക്കിനകത്ത്. പക്ഷെ ഇന്ന് ദുബായ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ദുബായ് ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ്. ദുബായ് ഇറ്റ്സെൽഫ് ഒരു ബ്രാൻഡാണ്. ദുബായ് ഒരു മണ്ണാണ് ബിസിനസിന്റെ. ഇപ്പോൾ വെറുതെ അങ്ങ് പറയുന്നതല്ല. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായിട്ട് ഉണ്ടാക്കി. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഫ്രീ സോൺസ് ഉള്ളത് UAE-ലാണ്. 58ഓളം ഫ്രീ സോൺസ് ഉണ്ട്. ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അത്രയും ഫ്രീ സോൺ ഉണ്ടോന്ന്. 58ഓളം ഫ്രീ സോൺ ഉണ്ട്. അപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ ഇൻവെസ്റ്റേഴ്സിനെ, ഇപ്പം ഇന്റർനെറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റ് കാലഘട്ടം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആ പേര് പോലും അന്ന് ഇന്റർനെറ്റ് സിറ്റി എന്ന് വരാൻ കാരണം ആ തുടക്കകാലത്തിലായതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് മൈക്രോസോഫ്റ്റിനെയും IBM-നെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ട് അതിനൊരു ഫ്രീ സോൺ, ഗോൾഡൻ ഡയമണ്ടിന് വേണ്ടി ഗോൾഡൻ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് GDP ഫ്രീ സോൺ, DMCC ഫ്രീ സോൺ. അതുപോലെ തന്നെ ജബലാലി ഈ സീപോർട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് ജബലാലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫ്രീ സോൺ. ഇങ്ങനെ തുടങ്ങി ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാവുന്ന രീതിയിൽ വെറും ഡിസൈൻ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ഡിസൈൻ ഡിസ്ട്രിക്ട്. അപ്പോൾ മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മീഡിയ സിറ്റി. നിങ്ങൾ വേറെ ഏത് GCC രാജ്യത്ത് ഇത്രയും പറയാൻ സാധിക്കും? ഈ 58 ഫ്രീ സോണിൽ വിരലെണ്ണാവുന്ന ഫ്രീ സോൺസ് ആണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പിന്നെ ഈ 58 ഫ്രീ സോൺ മൊത്തം ദുബായിലല്ല, ഇപ്പൊ പറയുന്നതിൽ തന്നെ അമ്രിയ ഫ്രീ സോൺ, ഷാർജ എയർപോർട്ട് ഫ്രീ സോൺ, അജ്മാൻ മീഡിയ സിറ്റി, ഇങ്ങനെ തുടങ്ങി ഷംസ്, ഷാർജ, ഇങ്ങനെ തുടങ്ങി ഫ്രീ സോൺസുകൾ ഡെവലപ്പ് ചെയ്ത് ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ തന്നെയാണല്ലോ. ഈ പറഞ്ഞതെല്ലാം UAE-യുടെ അണ്ടറിലാണ് വരുന്നത് മാത്രമല്ല, നമ്മളിപ്പം ദുബായിൽ ഇപ്പം ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മൾ ദുബായിലൊരു ലൈസൻസ് ഉണ്ടാക്കുന്ന ഒരാള്, ആൾക്ക് വേണമെങ്കിൽ വെയർ ഹൗസ് അജ്മാനിലോ മുൽക്കോയിനിൽ വെക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നു. സെയിം ലൈസൻസ് തന്നെ ഒരു വെയർ ഹൗസ് ഫെസിലിറ്റി. അപ്പോൾ വാടക കുറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ എമിറേറ്റുകളിലേക്ക് പോവാം. പക്ഷെ ദുബായ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുകൂടാതെ ടാക്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ടാക്സ് ഫ്രീ കൺട്രി ആയിരുന്നു ഒരുപാട് കാലം. ഈ സബ്ജക്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ നാട്ടില് ചില ആളുകൾ പറയുന്നുണ്ട് ദുബായിലും പഴയ പോലെ ഒന്നുമില്ല,
ടാക്സ് ഒക്കെ ഭയങ്കര അതിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പം ദുബായെ സംബന്ധിച്ചിടത്തോളം ടാക്സ് വരുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ടാക്സ് പ്രാക്ടീഷണർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വരുന്നില്ല, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലല്ലോ ഞാൻ. പക്ഷെ എന്നാൽ പോലും പറയാണ് 9% എന്ന് പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മറ്റ് ടാക്സുകളൊന്നുമില്ല. ഇൻകം ടാക്സ് ഇപ്പോഴും ഇല്ല, അതായത് ഒരു വ്യക്തിഗതമായിട്ടുള്ള ടാക്സുകളൊന്നുമില്ല. ഈ ബിസിനസിന്റെ ഈ 9% അതും വന്നിട്ടില്ല, അടുത്ത വർഷമാണ് വരാൻ പോകുന്നത്. പിന്നെ വാറ്റ് വന്നത് തന്നെ 2018. ഇപ്പോൾ 2018 മുമ്പ് എത്രയോ ആളുകൾ ഈ നമ്മൾ തന്നെ ഈ ഒരു സൗകര്യം അനുഭവിച്ചവരാണ്, അത് UAE ഗുണങ്ങളും കണ്ടവരാണ്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മളിൽ നിന്ന് ഒരു 9% ടാക്സ് വാങ്ങിച്ചാൽ UAE അതിനുള്ള സൗകര്യം തരുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും അതിനോട് തുടർച്ചയായിക്കൊണ്ട് ഈ നമുക്ക് എല്ലാ സൗകര്യവും നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് UAE. റിയാസ് ഭായിനോട് എപ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒബ്വിയസ്ലി ഒരുപാട് ആളുകൾക്ക് ബിസിനസ് സെറ്റപ്പ് കൊടുത്തൊരു മനുഷ്യ. അപ്പം ഏതൊരു ഓൺട്രപ്രണറെയും വെൽക്കം ചെയ്യുന്നൊരു അത് ഓൺട്രപ്രണറെ വെൽക്കം ചെയ്യാന്നുള്ളതിന്റെ അപ്പുറത്തോട്ടെ ഒരു ഓൺട്രപ്രണർക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു ടീം വേണം, എംപ്ലോയീസ് വേണം, അവരെയും കൂടി വെൽക്കം ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും GCCയിലെ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി ലിബറൽ ആയിട്ടുള്ള വിസ നിയമങ്ങളും വിസ കോസ്റ്റും ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ദുബായിൽ. പെട്ടെന്ന് വിസകൾ കിട്ടും, എല്ലാ നാഷണാലിറ്റിയും വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞാലും അറബ് നാഷണൽസ് താമസിക്കുന്ന അബുഹേൽ പോലുള്ള ഒരു ഏരിയ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ത്യൻസ് താമസിക്കുന്ന ഏരിയ ഉണ്ട്. നമ്മൾ കരാമയിലോ അല്ലെങ്കിൽ ബർദുബായിലോ പോയാൽ നമ്മൾ ചിലപ്പോൾ നാട്ടിൽ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള. അപ്പോൾ ഈ ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പണ്ട് മുതലേ. ഓണം നമ്മൾ ആഘോഷിക്കുന്നു, ദീപാവലി ആഘോഷിക്കുന്നു, എല്ലാത്തിനും അവർ സ്വാതന്ത്ര്യം തരുന്നു. അമ്പലങ്ങള്, പുതിയ പുതിയ ചർച്ചുകൾ, ഇപ്പോൾ CSI സഭയുടെ ചർച്ച അബുദാബിയിൽ നടന്നു. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മണ്ണാണ്. ഈ UAEക്ക് മാത്രമുള്ളൊരു പ്രത്യേകത പറയാം, മിനിസ്റ്റർ ഫോർ ടോളറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയുണ്ട്. അത് സഹിഷ്ണുതയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു മന്ത്രാലയം പ്രവർത്തിക്കുക, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട്. മതസൗഹാർദ്ദത്തിന് ഒരു മന്ത്രാലയം ഞാൻ വിചാരിക്കും ഇന്ത്യയിലാണ് അത് വേണ്ടത്, നമുക്ക് വേണം. അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അതിന് മാത്രം ചിന്തിക്കുന്ന, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രി. അതിൽ കൂടുതൽ വേണം ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. ദുബായ് അല്ലെങ്കിൽ UAEയുടെ ഡെവലപ്മെന്റ്സ് അങ്ങോട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത്? ഒരുപാട് ഇപ്പോൾ 2030 എന്ന് പറഞ്ഞൊരു വിഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു. പുതിയൊരു എയർപോർട്ട്, മക്തൂം എയർപോർട്ടിന്റെ ഭാഗത്ത് ഒരു പുതിയ അവിടെ ഒരു വലിയ എയർപോർട്ട് വരുന്നു. ലോകത്തിൽ തന്നെ നമ്പർ 1 എയർപോർട്ട് ആവാൻ സാധ്യതയുള്ള വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഭാഗത്തോട്ടേക്ക് ഡെവലപ്പേഴ്സിന്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ന്യൂ ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൾഡ് ദുബായ് എന്ന് പറയുന്ന ഞങ്ങളിപ്പോൾ ഉള്ള ഈ ഭാഗത്തും പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നു. ഇനി ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇനി അതില്ലെങ്കിൽ കടലിൽ മണ്ണിട്ടെങ്കിലും അവർ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദുബായിയെ കുറിച്ചിട്ട് നമ്മൾ ഇനി എക്സ്പാൻഷൻ സ്ഥലമില്ലല്ലോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പോലും കടൽ കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് മലയാളം ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ദുബായ് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ കേരളം പോലൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് മണ്ണിട്ടിട്ട് അവിടെ ചെയ്യുന്നു പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂളേഴ്സ് ഇവിടെ ഉണ്ട്. അതെ, അല്ല അത് മാത്രമല്ല, ഇനി വേറെ കാര്യം, നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ അവർ പേടിക്കേണ്ട, നിങ്ങൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഐഡിയ ആയിട്ട് വന്ന ആളുമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.